കി അദാലത്തിൽ സഞ്ജയ് ദത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിന് യോഗ്യതയുള്ള വ്യക്തിയല്ല എന്നുള്ളതാണ്. സഞ്ജു, താങ്കൾ പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് 50 വയസ്സാകാൻ പോകുന്നെന്ന്. പക്ഷെ താങ്കളുടെ സുഹൃത്തുക്കൾ, അതായത് മീഡിയയിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, അവർ താങ്കളെ വിളിക്കുന്നത് സഞ്ജു ബാബ എന്നാണ്. താങ്കൾ മാനസികമായിട്ട് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തന്നെയാണോ ഉള്ളത്? അതെന്തോ സത്യമാണ് സർ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് 50 വയസ്സായി ബാബ, ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. രാഷ്ട്രീയം പിള്ളേരി കളിയൊന്നും അല്ലല്ലോ. പിള്ളേരും ഒരു വട്ടം ശ്രമിച്ചു നോക്കാല്ലേ? ഞാനൊരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം. ഒരുപക്ഷെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കിട്ടിപ്പോയാലോ? അവിടെ വലിയ വലിയ വീരന്മാർ കാണും, വലിയ വലിയ പ്രശ്നങ്ങൾ കാണും. പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കും, പഴയ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും. അതെ, തീർച്ചയായിട്ടും. താങ്കൾ ലക്നൌവിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു, AK-47. രജത് സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ 16-17 വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഇതിനേക്കാൾ കൂടുതൽ കുറ്റാരോപണങ്ങൾ പറയാൻ എന്താ സാർ ഉള്ളത്? എനിക്കിപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശീലിച്ചു പോയി. അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കൈകൂപ്പി വേണ്ടെന്നേ പറയത്തുള്ളൂ സാർ. രാംജത്ത് മലാനിയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹമാണ് താങ്കൾക്ക് വേണ്ടി വാദിച്ചത്, താങ്കൾക്ക് ബെയിൽ വാങ്ങിച്ചു തന്നത്. അദ്ദേഹത്തിന് താങ്കളെ വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹം ഒരു വലിയ കാര്യം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, സഞ്ജയ് ദത്ത് ഒരു പക്ഷേ MP ആകുകയാണെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ അതൊരു പക്ഷേ ആപത്തായി മാറുമെന്ന്. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഇല്ല രാമങ്കിൾ, ഞാൻ അദ്ദേഹത്തിന് മെത്ത ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, ഒരുപാട് മര്യാദയുണ്ട് എനിക്ക്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ ലോയറും കൂടെ ആയിരുന്നു. അതിൻ്റെ ഒപ്പം ഐ തിങ്ക് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രീച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരു ലോയർ ക്ലയൻറ്റിൻ്റെ ബ്രീഫ് മൊത്തം അറിഞ്ഞിരുന്നാൽ അദ്ദേഹം പബ്ലിക്കായിട്ട് പോയി പറയത്തില്ലത്. പക്ഷേ രാമു അങ്കിൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടമായിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു നാഷണൽ ത്രെട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ. അദ്ദേഹം ഇക്കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. 3 AK-56 താങ്കളുടെ പക്കൽ നിന്ന് എടുത്തു, 25 ഹാൻഡ് ഗ്രനേഡ് കണ്ടെടുത്തു. എല്ലാ അനീസ് ഇബ്രാഹിമാണ് താങ്കൾക്ക് അയച്ചതെന്നും പറയുന്നു. എത്ര AK-56? 3 എണ്ണവോ? പിന്നെ 25 ഹാൻഡ് ഗ്രനേഡ്. ഞാനെന്താ ഇറാഖിലോട്ട് പോയിട്ട് വാറ് നടത്താൻ പോകണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സഞ്ജയ് ദത്തിന് ഈ ആപത്തുള്ള ആയുധങ്ങൾ നൽകിയത് ആരാണെന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. ഞാനെന്ന് ഓൾ മൈ റെസ്പെക്ട് ടു റാം അങ്കിൾ, ആരെയാണ് അപകടമെന്ന് പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് കേസ് വാതാടിയിട്ടുള്ളത് ഇതുവരെ. അദ്ദേഹം താങ്കൾക്ക് വേണ്ടി വാദിച്ച വക്കീലല്ലേ? എനിക്കും വാതാടിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും അദ്ദേഹം സീനിയറാണ്, അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? രാംജത്ത് മലാനിയെ പോലൊരു നല്ല മനുഷ്യൻ, വിശാല ഹൃദയനായ ഒരു മനുഷ്യൻ താങ്കളോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ? ഞാൻ അദ്ദേഹത്തിനെ എവിടെ വെച്ച് കണ്ടാലും കാലി വീഴും. പക്ഷെ അദ്ദേഹത്തിന് എന്താ ദേഷ്യമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ കാലി വീഴും, റെസ്പെക്ട് കൊടുക്കും. അദ്ദേഹം അത്രയും വലിയ മനുഷ്യനാ. എന്താ ദേഷ്യം എന്നറിയില്ലത്. ആ ദേഷ്യം കാണുമ്പോൾ താങ്കൾക്ക് തോന്നാറില്ലേ അദ്ദേഹത്തിനും കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകാമെന്ന്? പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും കെട്ടിപ്പിടിച്ചൊരു നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും. അദ്ദേഹം സമാധാനിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ട ക്ഷമ ചോദിക്കും. കാരണം അദ്ദേഹം എൻ്റെ സീനിയർ ആണല്ലോ. താങ്കൾ എന്താണ് കരുതുന്നത്, ഈ രാഷ്ട്രീയക്കാരൻ എന്ന താങ്കളുടെ പുതിയ റോൾ, അതായത് ഇതിന് ശേഷമാണോ വന്നത്? അതായത് ഗാന്ധിഗിരി എന്നുള്ള ഒരു പോപ്പുലാരിറ്റി താങ്കൾക്ക് ലഭിച്ചതിന് ശേഷം താങ്കൾക്ക് എന്തെങ്കിലും നല്ലത് നടക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ഇല്ല രജത് സാർ, അത് പിന്നെ ആ ബോംബെ സംഭവിച്ച സംഭവം ഉണ്ടല്ലോ 26/11, അത് കണ്ടതിന് ശേഷം ഞാൻ ആലോചിച്ചതില്ല, ഞാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലോട്ട് പോയേ പറ്റും. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമല്ലോ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി. ആര് വേണമെങ്കിലും വന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ബാഗ് മുഴുവനും കൊണ്ടുവന്നിട്ട് ബോംബ്സ് ആൻഡ് ഗൺസ് മുഴുവനും എടുത്തുകൊണ്ട് വന്ന് ജനങ്ങളെ ആക്രമിക്കാൻ ആരംഭിച്ചേക്കുക. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ സെക്യൂരിറ്റി ഏജൻസിന്റെ അടുത്ത് എക്യുപ്മെന്റ്സ് ഇല്ല, കോമ്പാറ്റ്സ് ആണ്. 60 മണിക്കൂർ. എത്ര പേരാ മരിച്ചുപോയത്? അവർ പൊളിറ്റീഷ്യൻസ് ഇതുവരെ ഇതൊന്നും ആലോചിക്കുന്നില്ല. അവർ എന്തുകൊണ്ട് ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാത്ത? നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് പറയണം. ടാക്സ് കിട്ടുന്നല്ലേ നിങ്ങൾ? ഇവർക്കൊക്കെ എന്താ സെക്യൂരിറ്റി ഉള്ളത്? എനിക്കെന്താ സെക്യൂരിറ്റി? സോ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇതെന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ എന്തുകൊണ്ട് പോകാൻ പാടില്ല? ഈവൻ ഐ വോണ്ട് ടു വോയിസ് മൈ ഒപ്പീനിയൻ ഫോർ ദ പബ്ലിക്. താങ്കൾ എന്ത് ചെയ്തിരിക്കും? അതായത് ഒരു പവറുള്ള സ്ഥലത്ത് താങ്കൾ ഇരുന്നിരുന്നെങ്കിൽ ഇതുപോലത്തെ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുമ്പോൾ താങ്കൾ എന്തായിരിക്കും അവിടെ ചെയ്യുക? ഞാൻ പിന്നെ അറ്റ്ലീസ്റ്റ് അവിടെ ചെന്ന് സപ്പോർട്ടെങ്കിലും ചെയ്തേനെ. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് TV വെച്ച് കണ്ടോണ്ടിരിക്കില്ല. ഞാനൊരു പൊളിറ്റീഷ്യനാണ്.
ഞാൻ ആ സ്ഥലത്തോട്ട് പോവും, ഗ്രൗണ്ട് സീറോയിലോട്ട് പോവും, ഞാൻ എന്തെങ്കിലും ചെയ്യും. താങ്കൾ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി ലക്നൗ സീറ്റാണ് തെരഞ്ഞെടുത്തത്. അവിടെ 5 പ്രാവശ്യം അടൽ ബിഹാരി വാജ്പേയി ജയിച്ചതോ? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എൻ്റെ ഒരു അച്ഛനെ പോലെ തന്നെയാണ്. അദ്ദേഹം ആദ്യം പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടൽജി ഓപ്പോസിറ്റ് നിന്നാലും ഞാൻ റിസൈൻ ചെയ്തേക്കും. ഇപ്പോൾ BJP ലാൽജി ടാണ്ടനെയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരുപാട് മര്യാദയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വിഡ്രോ ചെയ്യില്ലേ? ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി കേട്ടിരുന്നു. അമർ സിംഗ് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ കോടതിയിൽ നിന്ന് താങ്കൾക്ക് ഇലക്ഷനിൽ നിൽക്കാൻ പെർമിഷൻ തന്നില്ലെങ്കിൽ ആ സീറ്റിൽ മാന്യതയായിരിക്കും ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നത്. മാന്യത എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അവർക്ക് പോളിറ്റിക്സ് സെറ്റ് ആവില്ല. അവര് വീട്ടിലിരുന്ന് കിച്ചൺ ബുക്ക് എഴുതാനാണ് നല്ലത്. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. സൽമാൻ താങ്കളുടെ സുഹൃത്താണ്, ഗോവിന്ദ താങ്കളുടെ സുഹൃത്താണ്. ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ലക്നൌവിൽ താങ്കൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടി ക്യാമ്പയിന് വേണ്ടി ഇവരൊക്കെ വരുമെന്ന് ഉറപ്പുണ്ടോ? രജത് സാർ, ഞാൻ ആരുടെ അടുത്ത് വന്ന് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് പറയത്തില്ല. ഒരുപക്ഷെ അവർക്ക് അതിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഞാൻ വെൽക്കം ചെയ്യുന്നു. ആരുടെ മേലാണ് താങ്കൾക്ക് വളരെ വിശ്വാസമുള്ളത് ഇവർ തീർച്ചയായും എനിക്ക് വേണ്ടി ക്യാമ്പയിന് വരുമെന്ന്? പ്രിയ ദത്തിനെ പറയും, എന്റെ സിസ്റ്റർ. അതുപോലെ ശത്രുഘ്ൻ സിംഗിനെയും BJPയിൽ നിന്നും സമാജ്വാദി പാർട്ടിയിലേക്ക് താങ്കളെ വലിക്കുന്നതായിട്ട് ഞാനൊന്ന് അറിഞ്ഞിരുന്നു. രജത് സാർ, ഞാൻ എവിടെ അതിന് ശ്രമിക്കുന്നത്? ഞാൻ അവരോടൊപ്പം നിൽക്കാനായിട്ടല്ലേ നിൽക്കുന്നത്. സത്യം പറയണല്ലേ, ശത്രു സാർ എന്ന് അഗെയിൻ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അദ്ദേഹം. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. സാർ ഈ പാർട്ടിക്ക് വരുവാണെങ്കിൽ വളരെ നന്നായിരുന്നു. താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ താങ്കൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ ശരിക്കും മനസ്സിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലല്ല. സർ, താങ്കൾ ലഗി രഹോ മുന്നബായിൽ പറഞ്ഞിരുന്നില്ലേ ഗുഡ് മോർണിംഗ് മുംബൈ? അതുപോലെ ഒരു പ്രാവശ്യം ഗുഡ് മോർണിംഗ് ലക്നൗ എന്നൊന്ന് പറയൂ. അപ്പോൾ തീർച്ചയായും അവരൊക്കെ താങ്കൾക്ക് വോട്ട് ചെയ്യും സർ. ഇപ്പൊ പറയണോ? അതെ. Good Good morning, morning, Lucknow. This is Sanjay Dutt. എന്തെങ്കിലും സ്പീച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ താങ്കൾ ക്യാമ്പയിൻ പോകുമ്പോൾ സംസാരിക്കാൻ വേണ്ടി? എന്നെ ഒന്ന് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചാൽ മാത്രം മതി. രജിത് സാർ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എല്ലാം ശരിയാകും. ഒരു പ്രാവശ്യം ഒന്ന് ഹഗ് ചെയ്യ് സാർ. തീർച്ചയായിട്ടും ചെയ്യണം സാർ. സത്യം പറയാതിരിക്കാൻ പറ്റില്ല സഞ്ജു. ഈ കെട്ടിപ്പിടിക്കുന്ന ട്രീറ്റ്മെന്റിൽ ഒരു മായാജാലം കുറച്ചുണ്ട്. അതിനുശേഷം എന്ത് ചോദിക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.